ഓണത്തെ വരവേൽക്കുവാൻ നാടൊരുങ്ങിക്കഴിഞ്ഞു. പൂത്തുലഞ്ഞ ബന്ദിപ്പൂക്കളും വിളവെടുക്കുവാൻ പാകമായ ജൈവ പച്ചക്കറികളും ഒരുക്കി അരുവിക്കരയിലെ ഒരു കൂട്ടം വനിതകൾ. കർഷക സംഘത്തിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. ഓണത്തെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ മലയാളിയുടെ ഓണക്കാല ഓർമ്മകളെ പച്ചപ്പിന്റെ മനോഹാരിതയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ഒരു കൂട്ടം വനിതകൾ. കടന്നുവരുന്ന പൂക്കളും പച്ചക്കറികളും ഒന്നും ഇത്തവണ അരുവിക്കരക്കാർക്ക് വേണ്ട എന്ന ദൃഢനിശ്ചയത്തിലാണിവർ കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയത്. അതോടെ പാട്ടത്തിനെടുത്ത 3.5 ഏക്കറോളം സ്ഥലത്ത് ഓണക്കാലത്തിന്റെ നാടൻ നിറവും രുചിയും തിരികെ എത്തി. നിരനിരയായി പൂത്തുളഞ്ഞു നിൽക്കുന്ന ബന്ദിച്ചെടികളും അതിനിടയിൽ സമൃദ്ധമായി തലയെടുപ്പോടെ നിൽക്കുന്ന അരുവിക്കരയുടെ ജൈവ പച്ചക്കറികളും. ഓണം മുന്നിൽ കണ്ട് മാസങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ അധ്വാനത്തിന്റെ ഫലം മനസ്സ് നിറയെ കാണാൻ കഴിഞ്ഞതിന്റെ സന്തോഷത്തിലാണ് ഇവർ ഇന്ന്. വിവിധ ഇനം കൃഷികളാണ് നമ്മളിവിടെ കൃഷി ചെയ്ത് വരുന്നത്. വാഴ, ഇടവിള കൃഷികൾ, പച്ചക്കറി കൃഷികൾ, ഓരോ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് നമ്മളിവിടെ കൃഷി ചെയ്യുന്നത്. കൂടുതലും ജൈവ കൃഷിയാണ് ഇവിടെ ചെയ്തു വരുന്നത്. ഇപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഓണക്കാലത്ത് നമ്മൾ പുഷ്പകൃഷി ചെയ്തു വരുന്നുണ്ട്. അതിവിടുത്തെ നമ്മുടെ ക്ലബ്ബുകൾക്ക്, നമ്മുടെ വീടുകളിലെ ആൾക്കാരും ഓരോ ഓണക്കാലത്ത് അവർക്കാണ് അത്ത ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ പൂ വിപണനം ചെയ്യുന്നത്. അത്തം ഉദിക്കുന്നതിന് മുൻപ് തന്നെ ഈ സുന്ദരഭൂമിയിലേക്ക് ഒഴുകിയെത്തുന്നത് നിരവധി പേരാണ്. ചിലർ മഞ്ഞ ബന്ദികൾക്കിടയിൽ നിന്ന് ഭംഗി ആസ്വദിക്കുമ്പോൾ ചിലർ പഴയ ഗൃഹാതുരത്വ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുന്നുമുണ്ട്. വാഴ, മരച്ചീനി, വെള്ളരി, സലാഡ് വെള്ളരി, വഴുതന, മുളക്, പപ്പായ, വള്ളിപ്പയർ, ചീര, കോവൽ തുടങ്ങി എല്ലാം ഈ മണ്ണിൽ തളിർത്തു നിൽക്കുന്നുണ്ട്. കർഷക സംഘം അരുവിക്കര ഏരിയ കമ്മിറ്റി അംഗം ജാസ്മിന്റെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് കൃഷി ഇറക്കുന്നത്. കൃഷിത്തോട്ടത്തിൽ നടന്ന വിളവെടുപ്പ് ഉത്സവത്തിന്റെ ഉദ്ഘാടനം കർഷക സംഘം തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് DK മുരളി നിർവഹിച്ചു. തെളിമയോടെ നിൽക്കുന്ന കൃഷിയിടത്തിൽ ഇന്ന് എന്നും ഉത്സവാന്തരീക്ഷമാണ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.